നമസ്കാരം, ഞാൻ അനു സോണി. ഇന്ന് നമ്മുടെ ബുട്ടീക്ക് ടിപ്സിൻ്റെ 40ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്കൊരു ബുട്ടീക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് മൾട്ടി നീഡിൽ മെഷീൻസിലേക്ക് പോകാനായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു സിംഗിൾ നീഡിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടി നീഡിൽ മെഷീൻ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സിംഗിൾ നീഡിൽ മെഷീൻ കയ്യിലുള്ളവരുണ്ടാവാം. അതായത് ഒരു യൂസ് ഇല്ലാണ്ട് നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ടാവാം. അതായത് ഇതിനെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം ഞാനെപ്പോഴും പറയണ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു മെഷീൻ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പം നമുക്ക് സോഫ്റ്റ്വെയറിലാണ് ഡിജിറ്റൈസിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഏതൊരു മെഷീൻ നിങ്ങൾ വാങ്ങുമ്പോഴും സോഫ്റ്റ്വെയറും നിങ്ങൾ അതിൻ്റെ കൂടെ വാങ്ങാനായിട്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സിംഗിൾ നീഡിൽ മെഷീൻ വെച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് വർക്ക് അതിൽ ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് സിംഗിൾ നീഡിൽ മെഷീനും കൊണ്ട് ഇത്ര ഒരു ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും. പക്ഷെ അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് ഉണ്ട്. സോഫ്റ്റ്വെയറിൽ ഡിജിറ്റൈസിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതായത് ചില ഡിസൈൻസിനൊപ്പം നമ്മൾ ഒരു വാട്ടർ സോളബിൾ വെക്കേണ്ട ആവശ്യമുണ്ട്. ചില ഡിസൈൻസിൻ്റെ ഒപ്പം നമ്മൾ എന്തൊരു ഫ്യൂസിങ് വെക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഓരോ ഡിസൈൻസിനനുസരിച്ചിട്ട് നമ്മളൊരു റൈറ്റ് മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്നൊരു റിച്ച് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടവൽ എംബ്രോയിഡറി ആണ് ചെയ്തത്. ടവലിലൊരു ലെറ്ററിങ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതും ഞാൻ സോഫ്റ്റ്വെയറിലാണ് ഡിജിറ്റൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിൽ സ്റ്റിച്ചും ഔട്ട്ലൈനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഞാനൊരു മെറി ക്രിസ്മസും പറഞ്ഞ ഒരു ലെറ്ററിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഡിജിറ്റൈസ് ചെയ്തേക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെയാണ്. അതിനുശേഷം ഞാനിത് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് നമ്മുടെ ജെനോമി 450E എന്ന് പറയുന്ന സിംഗിൾ നീഡിൽ മെഷീനിലാണ്. അപ്പം നമുക്ക് സിംഗിൾ നീഡിൽ മെഷീനിലായാലും നമുക്ക് ഇതേപോലെയുള്ള ഹെവി വർക്ക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ 12 കളറുണ്ട്. ഇപ്പോൾ ഈ 12 കളറുള്ള ഡിസൈൻസ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി റൈറ്റ് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഡിസൈൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സോഫ്റ്റ്വെയർ പാർട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്ക് വരയ്ക്കാൻ അറിയാത്തവരെ എങ്ങനെ ഇതിൽ ഡിജിറ്റൈസ് ചെയ്യുക, നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. സോഫ്റ്റ്വെയർ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഡ്രോയിങ് സ്കില്ല് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളവരാണോ, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ടൈലറാണ് നിങ്ങളെങ്കിലും, നമുക്ക് ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പ്രൊഫഷണൽ ലെവൽ വരെ ഡിസൈൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചിലവർക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ നോളജ് തൊട്ട് നമ്മൾ ട്രെയിനിങ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്നാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്കായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ മൈൻഡിലുണ്ടാവുമോ ഈ ഒരു ഡിസൈൻ? നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങളൊരു ഡിസൈൻ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുണ്ടാവുമല്ലോ, ഇതിനേലും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു കൂടെ ഒരു ഭംഗി ഉണ്ടായേനെ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഈ ഒരു മൈൻഡ് വെച്ച് നിങ്ങളുടെ ഒരു ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരിമിതി, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പരിമിതികളില്ല ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും നമുക്കില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഐഡിയാസിൽ ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസിനായാലും ഏതൊരു ഫങ്ഷൻ ഇവൻറ്റ്സിനായാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ക്രിസ്മസ് സ്റ്റോക്കിങ്സിലോ
ഇപ്പോൾ ഡെക്കറേഷൻസോ, അപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ നമുക്ക് തൂക്കാനായിട്ട് ഒരുപാട് എംബ്രോയിഡറി വെച്ച് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോസിൽ ഞാൻ നെക്സ്റ്റ് കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഡിസൈൻ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനും നമുക്കൊരു സിംഗിൾ നീഡിൽ മെഷീനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ പ്ലസ് സോഫ്റ്റ്വെയർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻസ് ഇനിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ, ഇനി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.